അങ്ങനെ ജനാധിപത്യം അട്ടിമറിക്കപ്പെടുമെന്ന ആശങ്ക തീർത്തും ആവിയായി മാറിയിരിക്കുന്നു. കേരളക്കര ഒന്നാകെ പാർട്ടി വ്യത്യാസമില്ലാതെ ആഗ്രഹിച്ച സന്തോഷകരമായ ഒരു തീരുമാനമാണ് ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് ഹൈക്കമാൻഡിൽ നിന്ന് വന്നിരിക്കുന്നത്. ശ്രീ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാവുക എന്നത് തന്നെയാണ് രണ്ടാമതൊന്നും ആലോചിക്കാതെ കേരളക്കര നെഞ്ചിലേറ്റിയത് എന്ന് തന്നെ വേണം പറയാൻ. ബന്ധപ്പെട്ടവർക്ക് അഭിനന്ദനം അർഹിക്കുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ വി ഡി സതീശന് എല്ലാവിധ അഭിവാദ്യവും അർപ്പിക്കുന്നതോടൊപ്പം ഈ ഒരു സാഹചര്യം സൃഷ്ടിച്ചതിൽ കേരളത്തിലെ സോഷ്യൽ മീഡിയക്ക്, പൊതുജനങ്ങൾക്ക്, അങ്ങനെ എല്ലാ ചുറ്റുപാടുകൾക്കും വലിയ പങ്കുണ്ട് എന്നതോടൊപ്പം 3 പേരുകൾ ഇതിനകത്ത് എടുത്തു പറയുന്നത് പ്രധാനമാണെന്ന് തോന്നുന്നു. ഒന്നാമത്തെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ബഹുമാന്യനായ പ്രസിഡന്റ് ശ്രീ ഷാദിഖ് അലി ശിഹാബ് തങ്ങളെ, ആദരണീയായ തങ്ങൾ എടുത്ത നിലപാടാണ് ഈ ഒരു വിഷയത്തിന് സഹായകരമായതെന്ന് പറയാതിരിക്കാൻ വയ്യ. അതുപോലെ തന്നെ രണ്ടാമത്തത് മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ. അദ്ദേഹത്തിൻ്റെ നിലപാട് നമുക്കറിയാം. പലപ്പോഴും MLA-മാരുടെ തലയെണ്ണുന്നതിനേക്കാൾ ഉപരി തലയെടുപ്പുള്ള അഭിപ്രായമാണ് ശ്രീ VM സുധീരൻ പലപ്പോഴും പറയാറ്. ഈ വിഷയത്തിലും നമുക്കറിയാം വളരെ നല്ല കൃത്യമായ നിലപാട്. എനിക്ക് തോന്നുന്നു ഹൈക്കമാൻഡ് പലരെയും വിളിപ്പിച്ച് സംസാരിക്കുമ്പോഴും ആ പറയുന്ന ആളുകളുടെ എണ്ണത്തിലുപരി വളരെ സഗൗരവം ഹൈക്കമാൻഡ് ശ്രദ്ധിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊക്കെ എടുത്ത ഈ സന്തോഷകരമായ തീരുമാനത്തിലേക്ക് എത്തിക്കുന്നതിൽ ശ്രീ VM സുധീരൻ്റെ പങ്ക്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ മുൻ KPCC പ്രസിഡന്റ് പാർട്ടിക്ക് എല്ലാവർക്കും സ്വീകാര്യമായ ഏത് സാഹചര്യത്തിലും വളരെ സമചിത്തതയോടെ പ്രതികരിക്കുന്ന മുൻ KPCC പ്രസിഡന്റ് ബഹുമാന്യരായ ശ്രീ K മുരളീധരൻ്റെ നിലപാടും ഇപ്പോൾ നമുക്ക് വന്ന ഈ സന്തോഷകരമായ തീരുമാനത്തിലേക്ക് എത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെ ഇക്കൂട്ടത്തിൽ K മുരളീധരൻ്റെയും VM സുധീരൻ്റെയും ഒക്കെ ക്രിസ്റ്റൽ ക്ലിയറായ ഒരു നിലപാട് കേരള ജനത കാണാൻ സാഹചര്യമുണ്ടായി. ഇത് കോൺഗ്രസ്സുകാർക്ക് മാത്രമല്ല, ഭരണം വളരെ സംസ്ഥാനത്തെ എല്ലാ ജനവിഭാഗത്തിനും ഗുണകരമായ സൽഭരണം കാഴ്ചവെക്കാൻ ശ്രീ വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിന് കഴിയട്ടെ എന്ന എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും വിപ്ലവാഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട്